ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മട്ടൺ കറിയാണ്. മട്ടൺ കുറുമയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഞാനിതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മട്ടൺ മാരിനേറ്റ് ചെയ്തിട്ട് അത് തൈരും പിന്നെ കാഷ്നട്ടിൻ്റെ പേസ്റ്റും അതിലാണ്. കുറച്ച് സമയമൊക്കെ എടുക്കും ഇതുണ്ടാക്കാണ്ട്, വേഗമൊന്നും ഉണ്ടാകില്ല. ഞാൻ നല്ല ഉരുളിക്കകത്ത് നെയ്യൊക്കെ ഒഴിച്ച് അതിനകത്ത് കിടന്നിങ്ങനെ മട്ടൺ വരണ്ട് കുറേ സമയം എടുത്താണ് ഉണ്ടാക്കിയത്. പക്ഷേ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പം നമുക്ക് പിന്നെ ഇത് പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ചോറ്, അപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് കൊതി പിടിപ്പിക്കാതെ നമുക്ക് എങ്ങനെയാണ് മട്ടൺ കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഗരം മസാലയും ഒരു 10 വറ്റൽമുളകും ഇട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ കനം കുറഞ്ഞരിഞ്ഞ സവോള ഇട്ട് വഴറ്റിയെടുക്കണം. ഉപ്പും കൂടെ ആ കൂട്ടത്തിലേക്ക് ഇടാം. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വഴറ്റണം. ഇത് ഇതുപോലെ ആകണം, കണ്ടോ? അത് കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ നമുക്കിട്ട് കൊടുക്കാം. മട്ടൺ ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അതിട്ട് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കണം. തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കണം. ഒരു 10-25 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് ഇത് നന്നായി വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ കണ്ടോ, എണ്ണയൊക്കെ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. നന്നായി ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഗരം മസാലയുടെ പൗഡർ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒന്നും കൂടെ എല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം കാഷ്നട്ട് അരച്ചത് അതിൻ്റെ അങ്ങോട്ട് അത് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ആ മിക്സിക്കകത്ത് കുറച്ച് മിച്ചം കാണുമായിരിക്കും, അതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അങ്ങോട്ട് ഒഴിച്ചെല്ലാം കൂടി ഇളക്കിയെടുക്കണം. നമുക്കിനി നികക്ക വെള്ളം വേണം ഇതിന്, എന്നാലേ ഉള്ളൂ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കുറുകിയൊരു ചാറ് കിട്ടുള്ളൂ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം പോരാ. ഇനി ഇത് വേഗണം, മട്ടൻ വേഗം സമയം എടുക്കുമല്ലോ. ഒരു നികക്ക വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്കിനി ഇത് ദം ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ കാഷ്യൂവിൻ്റെ പേസ്റ്റ് പാത്രത്തിൻ്റെ അടി പിടിക്കാതിരിക്കാണ്ട് ഇടയ്ക്കൊരു പഴയ ചീനച്ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു 35 മിനിറ്റോളം വേവിക്കണം. കണ്ടോ, ഇപ്പം നന്നായിട്ട് മട്ടനൊക്കെ വെന്തിട്ടുണ്ട്, ചാറൊക്കെ കുറുകി. ഇനി കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് നമുക്ക് ഇനി ഇത് ഉപയോഗിക്കാം. നല്ല രുചികരമായ മട്ടൻ കുറുമ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം കേട്ടോ.